ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് കന്യാകുമാരി. ത്രിവേണി സംഗമവും ഉദയാസ്തമയ കാഴ്ചകളും സ്മാരകങ്ങളും എല്ലാമാണ് ആകർഷണം. അവിടേക്ക് ഒന്ന് പോകാം. നമ്മുടെ എക്സ്പ്ലോറർ സെഗ്മെന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്ത് അലതല്ലുന്ന തിരമാലകൾ അതിര് പങ്കിടുന്ന സുന്ദര പ്രദേശം. കാവലായി കന്യാകുമാരി ദേവിയും കരിമ്പാറക്കെട്ടുകളും, കടലിനെ മുക്കുത്തി കുത്തിയതുപോലെ വിവേകാനന്ദ സ്മാരകവും തിരുവള്ളൂരുടെ പ്രതിമയും. കിഴക്കും പടിഞ്ഞാറും തെക്കേയറ്റത്തൊന്നാകുന്ന ത്രിവേണി സംഗമസ്ഥാനത്ത് നിന്നാൽ കടലിൽ നിന്നുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും കാണാമെന്നതാണ് വിനോദസഞ്ചാരികളെ കന്യാകുമാരിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. കാഴ്ചകളും പ്രത്യേകതകളും ഒരുപാടുണ്ടെങ്കിലും തമിഴ്നാട് സർക്കാർ പണപ്പിരിവിന് മാത്രം പ്രാധാന്യം നൽകുന്നുവെന്നാണ് കന്യാകുമാരിക്കാർക്ക് പറയാനുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് കന്യാകുമാരിയിലെ വാർഡ് കൗൺസിലറായ സുഭാഷ് പറയുന്നത്. மத்திய அரசோட ஒரு திட்டத்தில் சுதேஷ் தர்ஷன் சொல்லி ஒரு 14.5 கோடி ரூபாய்க்கு கன்னியாகுமரியில் ஒரு பெரிய ஃபண்டு வந்துச்சு. அது ஆக்சுவலாக ஃபண்டு தமிழ்நாடு டூரிசம் மூலமாக தான் அதை செயல்படுத்த முடியும். அதை கிட்டத்தட்ட அவ்வளோவுமே சொல்லி முடித்தாங்க. என்ன பண்ணாங்கன்னு சொன்னால், கன்னியாகுமரி திரிவேணி 3 கடல் சேரக்கூடிய அந்த இடத்துல ஒரு கருங்கற்கான ஒரு படியை போட்டு அமைச்சாங்க. ஒரு படிக்கற்கள் அமைச்சு அது தண்ணி படப்பட அது வலிக்கு இன்னைக்கு அதை குளிக்க முடியாமல் அதையும் போட்டு வச்சுருக்காங்க. இந்த கன்னியாகுமரியில் திரிவேணி சங்கங்கிற இடத்த இப்போ ஆளுங்களுடைய இந்த 2.5 வருஷம் ஆட்சியில் இந்த கவர்மெண்ட் சுத்தமாக அதை நினைச்சிட்டு இருக்காங்க. വിവേകാനന്ദപ്പാറയുടെ വിമോചന പോരാട്ടങ്ങളുടെ ഓർമ്മകൾ പേറുന്ന വിവേകാനന്ദ കേന്ദ്രവും കന്യാകുമാരിയുടെ ഗരിമ വർദ്ധിപ്പിക്കുന്നു. കന്യാകുമാരി മലയാളികൾക്കൊരു കുട്ടിക്കാല കൗതുകമാണ്. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളും പേറി അവർ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തും. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും കന്യാകുമാരിയിലെ കാറ്റിനും കാഴ്ചയ്ക്കും ഭംഗി കുറയുന്നതേയില്ല. ജനം, തിരുവനന്തപുരം.